പഞ്ചഭൂതങ്ങളിലെ പ്രഥമ ശുദ്ധിയായ അഗ്നിയുടെ തീജ്വാലയിൽ ആളിക്കത്തിയ ഇച്ഛാശക്തിയുടെയും ആത്മവിശ്വാസത്തിന്റെയും പൂർണ്ണദേവിയായ പോഡ്ഗ്യാസ് ഡി റൂഗെ 20 മാസം വയറ്റിൽ ചുമന്ന ഭരണകൂടങ്ങളും സമുദ്രങ്ങളും ഒന്നിച്ച് പരിശ്രമിച്ച് ഒരു 20 വയസ്സുകാരനെ വധിക്കുവാൻ ശ്രമിച്ചപ്പോൾ അവന്റെ ബൗണ്ടി 550 മില്യൺ. അതെ, പറഞ്ഞു വരുന്നത് സാക്ഷാൽ പൈററ്റ് കിങ് ആയിട്ടുള്ള ഗോൾഡി റോജറിന്റെ മകനായിട്ടുള്ള അഗ്നിയിൽ സ്നാനം ചെയ്യപ്പെട്ട വൈറ്റ് ബിയർഡ് പൈററ്റ്സിന്റെ 2nd ഡിവിഷൻ കമാൻഡർ ആയിട്ടുള്ള ദ ബ്ലേസിംഗ് സൺ ഓഫ് എ ലെജൻഡ് ആയിട്ടുള്ള വൈറ്റ് ബിയർഡിന്റെ അഭിമാനവും രാജകീയ രക്തവും ഒരുമിച്ച് കുടികൊള്ളുന്ന സാക്ഷാൽ മോങ്കി ഡി ലൂഫിയുടെ സോൺ ബ്രദർ ആയിട്ടുള്ള ഫയർ ഫിസ്റ്റ് എയ്സ് എന്ന അപരനാമമുള്ള പോഡ്ഗ്യാസ് ഡി എയ്സിന്റെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് പോഡ്ഗ്യാസ് ഡി എയ്സ്. Okay, fine. പോഡ്ഗ്യാസ് ഡി എയ്സ്, വൺ പീസിലെ വൺ ഓഫ് ദി ലെജൻഡറി ക്യാരക്ടേഴ്സ് സോ ഫാർ ലോങ്. ഇന്ന് നമ്മൾ പോഡ്ഗ്യാസ് ഡി എയ്സ് എന്ന ഫയർ ഫിസ്റ്റ് എയ്സിന്റെ കംപ്ലീറ്റ് ജീവചരിത്രം, പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് എല്ലാം നോക്കുന്നതായിരിക്കും. യെസ്, ഓഫ് കോഴ്സ്, വൺ പീസ് എന്ന് പറയുന്ന ആനിമെ കണ്ടിട്ടുള്ളവർക്ക് ഹൃദയത്തിൽ ഇപ്പോഴും ഒരു നൊമ്പരം എന്ന രൂപേണ അല്ലാതെ പോഡ്ഗ്യാസ് ഡി എയ്സിനെ പറ്റി നമുക്ക് ഓർക്കുവാൻ സാധിക്കുന്നതല്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വൈ വാച്ചിങ് വൺ പീസ് പറയുകയാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ 2 തവണയെ ഇമോഷണലി അങ്ങ് ക്ലച്ച് ആയിട്ടുള്ളൂ. അതായത് കണ്ടുവരുന്ന ആ ഒരു ഫീൽ അനുസരിച്ചാണ് പറയുന്നത്, അത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളല്ല. ആദ്യം ഗോയിങ് മെറയുടെ ആ ഒരു ഫ്യൂണറലും അത് കഴിഞ്ഞ് പോർച്ചുഗീസ് ഡി എയ്സിൻ്റെ മരണവും. ഫോർ മീ പേഴ്സണലി ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ഇമോഷണലി ഹുക്കപ്പ് ചെയ്ത 2 നിമിഷങ്ങൾ വൺ പീസ് തുടങ്ങിയ സമയത്ത് എന്ന് നിസ്സംശയം പറയാം. എന്നിരുന്നാലും നമുക്ക് ഗോൾഡ് ഡി എയ്സ് എന്ന് പറയുന്ന പോഡ്ഗ്യാസ് ഡി എയ്സിന്റെ ഒറിജിൻ തൊട്ടങ്ങ് പറയാം. സോ ഒറിജിൻ ഓഫ് എയ്സ്, എയ്സിന്റെ അമ്മ നൽകിയ എയ്സിന്റെ പേര് ഗോൾഡ് ഡി എയ്സ് എന്നായിരുന്നു. ദ ചൈൽഡ് ഓഫ് ദി പൈററ്റ് കിങ്. യെസ്, എയ്സ് നമ്മുടെ പൈററ്റ് കിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ് പൈററ്റ് കിങ് ആയിട്ടുള്ള ഗോൾഡി റോജറിന്റെ മകനാണ്. എയ്സിന്റെ റിയൽ അച്ഛൻ ഗോൾഡി റോജർ തന്നെയാണ്, ദ പൈററ്റ് കിങ്. എയ്സിന്റെ മദറിന്റെ പേര് പോഡ്ഗ്യാസ് ഡി റൂഗ് എന്നായിരുന്നു. ഇതൊരു സിവിലിയൻ വുമൺ തന്നെയായിരുന്നു. എക്സ്ട്രോഡിനറി വിൽ പവർ ഉള്ള ഒരു സിവിലിയൻ വുമൺ എന്ന് തന്നെ പറയാം. സോ അതങ്ങനെ പറയാൻ ഒരു റീസൺ ഉണ്ട്. എയ്സിന്റെ ജനനം സാധാരണമല്ലായിരുന്നു. എയ്സിനെ വയറ്റിലിട്ടുകൊണ്ട് നമ്മുടെ പോഡ്ഗ്യാസ് ഡി റൂഗ് നടന്നത് 20 മാസമാണ്. ഓഫ് കോഴ്സ് അതിനും റീസൺ ഉണ്ടായിരുന്നു. റോജറിനെ നമ്മുടെ വേൾഡ് ഗവൺമെന്റ് പിടിച്ചു. തുടർന്ന് റോജറിനെ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. ഈ ഒരു ടൈമിൽ റോജറിന്റെ അൺബോൺ ചൈൽഡിന് വേണ്ടി ഒരു ഹണ്ടിങ് അവിടെ നിന്ന് ആരംഭിച്ചിരുന്നു. സോ എയ്സിനെ എങ്ങനെയും പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് മനഃപൂർവ്വം ഗോൾഡി റോജറിന്റെ ഭാര്യ ആ ഒരു പ്രഗ്നൻസി ഡിലേ ആക്കുകയായിരുന്നു. എത്ര മാസം? 20 മാസം. അത് ഷിയർ വില്ലും ആ ഒരു സസ്പീഷനൊക്കെ ഒന്ന് ഒഴിവാക്കുവാൻ വേണ്ടി തന്നെയായിരുന്നു എന്ന് നിസ്സംശയം തന്നെ പറയാം. സോ അങ്ങനെ എയ്സിന് ജന്മം കൊടുത്തപ്പോഴേക്ക് എയ്സിന്റെ അമ്മയായിട്ടുള്ള പോർച്ചുഗീസ് ഡി റൂഗ് അവിടെ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ്, എങ്ങനെയാ, 20 മാസമല്ലേ. സോ ആ ഒരു രീതിയിൽ എയ്സിന്റെ അമ്മ മരിച്ചു. സോ എയ്സ് അന്ന് തൊട്ട് ബിലീവ് ചെയ്തിരിക്കുന്ന കാര്യം, ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് ജനിക്കേണ്ടവനെ അല്ലായിരുന്നു എന്നുള്ള രീതിയിലാണ്. അങ്ങനത്തെ ഒരു ബിലീവിങ്ങിലാണ് ജനിക്കുന്നത്. എന്നിരുന്നാലും വിധി അദ്ദേഹത്തിനെ മറ്റൊരു കൈകളിലേക്കാണ് ഏൽപ്പിച്ചതെന്ന് പറയാം. ഓഫ് കോഴ്സ്, മോങ്കി ഡി ഗാർപ്പ് റോജറിന്റെ റൈവൽ ആയിരുന്നിരുന്നെങ്കിൽ കൂടി ഗാർപ്പിനോടാണ് റോജർ നമ്മുടെ ഈ ഒരു എയ്സിന്റെ കാര്യം പറയുകയും അവനെ വളർത്തണമെന്നൊക്കെ പറയുകയും ചെയ്യുന്നത്. അങ്ങനെ മോങ്കി ഡി ഗാർപ്പ് എയ്സിനെ റേസ് ചെയ്യുകയാണ്. കംപ്ലീറ്റ്ലി റേസ് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. മോങ്കി ഡി ഗാർപ്പ് നമ്മുടെ ഗാർപ്പ് കൊണ്ട് ഈ ഒരു മൗണ്ട് കൊളുംബ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ട് എയ്സിനെ വിടുകയാണ്, അവിടുത്തെ മൗണ്ടെയിൻ ബണ്ടിറ്റ്സിൻ്റെ ഒക്കെ കൂടെ. സോ അവിടെ വെച്ച് എയ്സ് മീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ മോങ്കി ഡി ലൂഫിയും സാബോയും. ഇതിനെ തുടർന്ന് അവരുടെ കുറേ അഡ്വഞ്ചേഴ്സിൻ്റെ ഒക്കെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. നമ്മൾ അതിലേക്ക് കൂടുതൽ അങ്ങ് ഫോക്കസ് ചെയ്യുന്നില്ല. ഇപ്പം മെയിൻലി എയ്സിൻ്റെ പവറും കാര്യങ്ങളും ഒരു ലൈഫ് സ്റ്റോറി ആണല്ലോ. സോ സാബോനെയും മോങ്കി ഡി ലൂഫിനെയും അവിടെ, അതായത് ലൂഫി നമ്മുടെ ഗാർപ്പിൻ്റെ ഗ്രാൻഡ് സൺ ആണ്, സാബോ അവിടെ ഉണ്ടായിരുന്നു. സോ അവരുടെ കുറച്ച് എപ്പിസോഡുകളുണ്ട്, നമുക്കറിയാം അവരുടെ അഡ്വഞ്ചേഴ്സ് ഒക്കെ വിചാരിച്ച്. അങ്ങനെ അവർ ബ്രദർഹുഡ് അവിടെ സോർ ചെയ്യുകയാണ്. അങ്ങനെയാണ് മോങ്കി ഡി ലൂഫി നമ്മുടെ എയ്സിൻ്റെ സോർ ബ്രദറായിട്ട് മാറുന്നത്. സോ ഇതിനിടയ്ക്ക് സാബോനെ സെലസ്റ്റിയൽ ഡ്രാഗന്റെ ഷിപ്പ് കൊല്ലുന്നുണ്ട്. ഇത് എയ്സിനെ ലൂഫിനെ കംപ്ലീറ്റ്ലി എക്സോസ്റ്റ് ആക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഒരു ട്രോമയാണ് എയ്സനിലേക്ക് വന്നത്.
എയ്സ് അങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്തിൽ, അതായത് 17 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഒറ്റയ്ക്ക് സെയിലിംഗ് ആരംഭിക്കുന്നത്. തുടർന്നുള്ള ജേണി അഡ്വഞ്ചറിലാണ് എയ്സ് സ്വന്തം ആ ഒരു ഡെവിൾ ഫ്രൂട്ട് കഴിക്കുന്നത്. തുടർന്ന് എയ്സിന് ആ ഒരു പവറൊക്കെ കിട്ടുന്നത്, അതിലേക്ക് വരാം. സോ ഇവൻച്വലി നമ്മുടെ ഡെവിൾ ഫ്രൂട്ട് ഇപ്പോൾ നമ്മുടെ എയ്സ് തിന്നിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പവർ അദ്ദേഹത്തിന് മനസ്സിലാക്കുകയും അദ്ദേഹം ഒരു പൈററ്റ് ക്രൂ അവിടെ തുടങ്ങുകയാണ്. സ്പെയ്ഡ് പൈററ്റ്സ് എന്നായിരുന്നു അതിൻ്റെ പേര്. ഇതിൻ്റെ ഏർലി ആയിട്ടുള്ള കാനോണിക് ഇവൻസ് ഒക്കെ പറയുകയാണെങ്കിൽ ജിംബ ഉണ്ടല്ലോ, ആ ജിംബയായിട്ട് 5 ദിവസം സ്ട്രെയിറ്റ് ആയിട്ട് ഡ്രോ ഫൈറ്റ് നമ്മുടെ എയ്സ് ചെയ്തു. ഏറ്റവും ഏർലി ഏജിലാന്ന് ഓർക്കണേ. അതേപോലെ തന്നെ കൗണ്ട്ലെസ് ആയിട്ടുള്ള ആൾക്കാരെ ഡിഫീറ്റ് ചെയ്തിട്ടുമുണ്ട്. ഇതുകൊണ്ട് തന്നെ അദ്ദേഹം പെട്ടെന്ന് ഇൻഫേമസ് ആകുവാൻ തുടങ്ങി. എന്തിനേറെ പറയുന്നു, എയ്സിൻ്റെ ഈ ഒരു പോക്ക് കണ്ടിട്ട് ഈവൻ ദ മൈറ്റി വേൾഡ് ഗവൺമെൻറ് പോലും ഒരു വാർലോഡ് പൊസിഷൻ എയ്സിന് വേണ്ടി ഓഫർ ചെയ്യുകയാണ്. എയ്സ് അത് റെഫ്യൂസ് ചെയ്യുകയാണ് ഉണ്ടായത്. ആ ഇടയ്ക്കാണ് നമ്മുടെ എഡ്വേർഡ് ന്യൂഗേറ്റ് അല്ലെങ്കിൽ സാക്ഷാൽ വൈറ്റ് ബിയർഡിനെ നമ്മുടെ ഈ സ്വന്തം എയ്സ് എൻകൗണ്ടർ ചെയ്യുന്നത്. ആദ്യം അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു വൈറ്റ് ബിയർഡിനെ, കംപ്ലീറ്റ്ലി റിപ്പീറ്റ്ലി വൈറ്റ് ബിയർഡിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈച്ച് ആൻഡ് എവറി ടൈം എയ്സ് ലോസ്റ്റ് ആകുകയാണ് ചെയ്തത്. ബട്ട് വൈറ്റ് ബിയർഡ് എയ്സിനെ കൊല്ലുന്നില്ല, എയ്സിനെ അഡോപ്റ്റ് ചെയ്യുകയാണ്. അറിയാലോ, വൈറ്റ് ബിയർഡിൻ്റെ ക്രൂ എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കളെ പോലെയാണ്. സോ എൻ്റെ ക്രൂവിൽ ചേരും, അവൻ സണ്ണെന്നാണ് എല്ലാവരും തന്നെ വിളിക്കുന്നത്. സോ എയ്സ് ഫൈനലി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു ഫാദറിൻ്റെ ഫിഗർ പോലെ വൈറ്റ് ബിയർഡിനെ കാണുവാൻ ശ്രമിച്ചു. ഇവനെയായിരുന്നല്ലോ അവൻ ഇല്ലാതെ പോയതും. സോ അങ്ങനെ എയ്സ് വൈറ്റ് ബിയർഡ് പൈററ്റ്സിൻ്റെ 2nd ഡിവിഷൻ കമാൻഡറായിട്ട് ജോയിൻ ചെയ്തു. നമുക്കറിയാം വൈറ്റ് ബിയർഡ് എന്ന് പറയുന്ന അത്ര സ്ട്രോങ്ങസ്റ്റ് മാൻ ഇൻ എൻറ്റയർ എറ എന്ന് പറഞ്ഞ സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ നമ്മളുടെ റോജറിൻ്റെ റൈവൽ. അങ്ങനെ ഒരാൾ അദ്ദേഹത്തിൻ്റെ 2nd ഡിവിഷൻ കമാൻഡറിനെ ഒന്നും കാണാനൊന്നും വെക്കത്തില്ലല്ലോ. അത്ര ഇമ്പാക്റ്റ് ആയിരുന്നു ഇത്രയും യങ് ഏജിൽ തന്നെ എയ്സിനുണ്ടായിരുന്നത്. 550 മില്യൺ ബൗണ്ടി അറ്റ് ദ ഏജ് ഓഫ് 20 എന്ന് പറഞ്ഞാൽ നിസ്സാര തുകയൊന്നുമല്ല. എനിവേസ്, ഇത്രയുമൊക്കെയാണ് നമ്മുടെ വൈറ്റ് ബിയർഡ് പൈററ്റ് വരെ ജോയിൻ ചെയ്യുന്ന എയ്സിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി. ഇനി നമുക്ക് ആ ഒരു പവർ എബിലിറ്റീസ് നോക്കണ്ടേ. ടേബിൾ ഫ്രൂട്ട് എയ്സ് കഴിച്ചത് മെരാ നോമി എന്ന് പറയുന്ന ആ ഒരു ഫ്ലെയിം ഫ്രൂട്ടാണ്. ടൈപ്പ് എന്ന് പറഞ്ഞാൽ ലോജിയ തന്നെയാണ്. എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫയറിനെ ക്രിയേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഫയറായിട്ട് മാറുവാനും സാധിക്കും. അദ്ദേഹത്തിൻ്റെ മെയിൻ ടെക്നിക്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഫയർ ഫിസ്റ്റ് ആണ്. ഈ ഒരു ഇതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഫയർ ഫിസ്റ്റ് എയ്സ് എന്ന പേര് വന്നത്. രണ്ടാമത്തെ ഫ്ലെയിം എംപറർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു സൂര്യനെ കണക്കിരിക്കുന്ന ഒരു സാധനം, ഒരു ഫയർ ബോൾ എയ്സ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഫ്ലെയിം പില്ലേഴ്സ്, ഫയർ ഫ്ലൈറ്റ് പോപ്പൾഷൻ, അങ്ങനത്തെ കുറേ ടെക്നിക്സ് ഒക്കെ എയ്സിൻ്റെ കയ്യിലുണ്ട്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നോർമൽ ഫിസിക്കൽ അറ്റാക്സ് ഒന്നും എയ്സിനെ ഏൽക്കുകയില്ല, അൺലെസ് അതിനെ ഹാക്കി വെച്ച് ഇൻഫ്യൂസ് ചെയ്താൽ മാത്രമേ എയ്സിനുമായിട്ടൊന്ന് പിടിച്ചു നിൽക്കാനെങ്കിലും പറ്റുള്ളൂ. സോ എയ്സിൻ്റെ ഹാക്കികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കൺഫേംഡ് ആയിട്ടുള്ള നമുക്കറിയാം. ആർമാമെൻറ്റ് കൺഫേംഡ് ആയിരുന്നു, ഒബ്സർവേഷൻ ഹാക്കി കൺഫേംഡ് ആയിരുന്നു, ആൻഡ് കോൺകറേഴ്സ് ഹാക്കി കുഞ്ഞുനാളിൽ അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. കൂടുതലൊന്നും പറയണ്ട, അതൊരു കിങ്ലി സ്പിരിറ്റിൻ്റെ പ്രൂഫ് തന്നെയാണ്. ഇനിയിപ്പോൾ കോമ്പാക്ട് എബിലിറ്റി എയ്സിൻ്റെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എലൈറ്റ് ലെവൽ ഫിസിക്കൽ സ്ട്രെങ്ത് ആണ് എയ്സിനുള്ളത്, എലൈറ്റ് ആണ്. പിന്നെ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റിന് അറിയാലോ, മാസ്റ്ററാണ്, നല്ല എൻഡ്യൂറൻസ് ഉള്ള ഒരു ഫൈറ്റർ തന്നെയായിരുന്നു. അതിൽ ഏറ്റവും എക്സാമ്പിൾ നോക്കുകയാണ് നമ്മുടെ മാർഷൽ ഡി ടീസ് ഉണ്ടല്ലോ, ബ്ലാക്ക് ബിയർഡ്. ഈ ഒരു ഫൈറ്റ് ഉണ്ട് ബ്ലാക്ക് ബിയർഡുമായിട്ടുള്ള, അത് നല്ല രീതിയിൽ എക്സ്റ്റെൻഡ് ടൈമാണ്. ആ ടൈമിൽ മാർഷൽ ഡി ടീഷ ഒരു രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ നള്ളിഫൈ ചെയ്യുന്ന അറ്റാക്കാണ്, ഫയറിനെ നള്ളിഫൈ ചെയ്യുന്ന അറ്റാക്കായിരുന്നു ഡി ടീഷിൻ്റെ ഉണ്ടായിരുന്നത്. എന്നിട്ട് പോലും അദ്ദേഹമായിട്ട് എൻഡ്യൂർ ചെയ്ത് നിന്നു ഒരു പരിധി വരെ. എന്നിരുന്നാലും നമുക്കറിയാം ബ്ലാക്ക് ബിയർഡ് ഇൻസിഡൻറ്റ് എന്നു. അതായത് ഈ പറയുന്ന ബ്ലാക്ക് ബിയർഡും എഡ്വേർഡ് ന്യൂഗേറ്റ് അല്ലെങ്കിൽ വൈറ്റ് ബിയർഡിൻ്റെ ക്രൂവിലുണ്ടായിരുന്ന ആൾ തന്നെയായിരുന്നല്ലോ. സോ അദ്ദേഹത്തിൻ്റെ ക്രൂവിലുണ്ടായിരുന്ന ടൈമിൽ തന്നെ ബ്ലാക്ക് ബിയർഡ് താജ് എന്ന് പറയുന്ന ഒരാളെ കൊല്ലുകയാണ് ഉണ്ടായത്. ഒരു ക്രൂ മേറ്റിനെ മർഡർ ചെയ്തു. എന്തിന്? ഒരു ഡെവിൾ ഫ്രൂട്ടിന് വേണ്ടി. സോ എയ്സ് ഇതിനെതിരെ, അതായത് സ്വന്തം ക്രൂവിലുള്ള ഒരാളെ കൊന്ന നമ്മുടെ മാർഷൽ ഡി ടീഷിനെതിരെ അങ്ങ് പോവുകയാണ്, റിവെഞ്ചിന് വേണ്ടി പോവുകയാണ്. അങ്ങനെ അവർ ക്ലാഷ് ആകുന്നു. ടീഷിൻ്റെ ആ ഒരു ഡാർക്ക്നെസ് എയ്സിൻ്റെ ഫയറിനെ നള്ളിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എയ്സ് അവിടെ ലോസ്റ്റ് ആകുന്നത്. ഇതിനെ തുടർന്ന് നമ്മുടെ ബ്ലാക്ക് ബിയർഡ് അവനെ പിടിച്ച് വേൾഡ് ഗവൺമെൻറ്റിന് കൊടുത്തിട്ട് വാർലോഡ് പൊസിഷന് വേണ്ടി അങ്ങനത്തെ കുറച്ച് സെറ്റത്തരമൊക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അങ്ങനെയാണ് വേൾഡ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ എയ്സ് അകപ്പെടുന്നത്. അവിടെ വെച്ചാണ് നമുക്കറിയാം നമ്മുടെ ആർക്ക് രീതിയിൽ പറയുകയാണെങ്കിൽ ഇംബൽ ടൗണും മറൈൻ ഫോർഡും ഒക്കെ ആ ഒരു ആർക്ക് സമയങ്ങളിലാണ് ഇതെല്ലാം നടക്കുന്നത്. എയ്സ് പബ്ലിക് എക്സിക്യൂഷനിലേക്ക് സെൻറ്റൻസഡ് ആകപ്പെടുകയാണ്. എല്ലാവരും ഈ വാർത്ത അറിയുന്നു. അതോടൊപ്പം ലൂഫിയും ഇതറിയുന്നു. ലൂഫി എയ്സിനെ റെസ്ക്യൂ ചെയ്യാൻ പോകാൻ തീരുമാനിക്കുന്നു. സോ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്ന മറൈൻ ഫോൾഡിലാട്ടോ. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുകയാണെങ്കിൽ റോജറിൻ്റെ ബ്ലഡ് ലൈൻ ഒന്നാമത്തെ കാര്യം ഇവർക്ക് തീർക്കണം. അതേപോലെ തന്നെ പൈററ്റ്സിൻ്റെ മൊറാലിറ്റി എല്ലാം തന്നെ ഇവർക്ക് തകർക്കണം മാർക്ക് വേൾഡ് ഗവൺമെൻറ്റിന്. സോ വൈറ്റ് ബിയർഡ് ഇത് അറിയുന്നതായിട്ട് ചുമ്മാ ഇരിക്കുമോ? വൈറ്റ് ബിയർഡ് ഡിക്ലെയർ വാർ. അങ്ങനെ നമ്മുടെ ഗവൺമെൻറ്റും പൈററ്റ്സും ആയിട്ടുള്ള ഒരു വാറിലേക്ക് ഇത് പോകുന്നു. മറൈൻ ഫോർഡ് വാർ അവിടെ നിന്ന് തുടങ്ങുകയാണ്. മേജർ പ്ലേയേഴ്സ് തന്നെയാണ് കേട്ടോ ഈ വാറിലുള്ളത്. അഡ്മിറൽസ് ഉണ്ട്, വാർലോഡ്സ് ഉണ്ട്, വൈറ്റ് ബിയർഡ് ഉണ്ട്, ലൂഫി ഉണ്ട്, അങ്ങനെ കിടക്കുന്നു. സോ അങ്ങനെ ലൂഫി അവിടെ എത്തുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഏതൊരു രീതിയിൽ ആദ്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഇവരുടെ പ്ലാൻ എല്ലാം വർക്കൗട്ടായി. അങ്ങനെ എയ്സിനെ ഫ്രീ ചെയ്തു.
ഈസ് അവിടെ നിന്ന് എസ്കേപ്പ് ആകാമായിരുന്നു. ബട്ട് നമ്മുടെ അഡ്മിറൽ സാഗസൂക്കി വൈറ്റ് ബിയർഡിനെ ഇൻസൾട്ട് ചെയ്തത് എയ്സിനെ അങ്ങോട്ട് പിടിച്ചില്ല. ഒന്നാമത് എയ്സ് ഇങ്ങനെ ലോമാഞ്ഞം കൊണ്ട് നിൽക്കുകയാണ്. തനിക്ക് വേണ്ടി എൻറ്റയർ വൈറ്റ് ബിയർഡ് ക്രൂ ആയിട്ട് വന്നേക്കുക ഓൾഡ് ഗവൺമെന്റിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. സോ അങ്ങനെയുള്ള തൻ്റെ ക്യാപ്റ്റനെ അല്ലെങ്കിൽ തൻ്റെ ഫാദർ ഫിഗറായിട്ട് കാണുന്ന വൈറ്റ് ബിയർഡിനെ ഇൻസൾട്ട് ചെയ്യുന്ന കണ്ടു നിൽക്കാൻ എയ്സിൻ്റെ കോൺഫിഡൻസും എയ്സിൻ്റെ അഭിമാനവും സമ്മതിച്ചിട്ടില്ല. എയ്സ് ടേൺ ബാക്ക് ചെയ്യുന്നു. അവൻ ആ അഡ്മിറലുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. അക്കൈനു, അതായിരുന്നു അഡ്മിറലിൻ്റെ പേര്. അക്കൈനുയുടെ മാഗ്മ സത്യം പറഞ്ഞാൽ എയ്സിനെ ഓവർ പവർ ചെയ്യുകയാണ് ചെയ്തത്. സോ ആ ഒരു ടൈമിൽ ലൂഫിനെയും അക്കൈനും ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു അത്. ലൂഫിനെ അറ്റാക്ക് ചെയ്യുന്നതിനിടയ്ക്ക് എയ്സ് ലൂഫിനെ ഷീൽഡ് ചെയ്തു. അക്കൈനൂടെ ഫിസ്റ്റ് എയ്സിൻ്റെ ചെസ്റ്റിലൂടെ അകത്തേക്ക് അങ്ങ് കയറുകയാണ്. അവിടെ വെച്ച് എയ്സ് മരണപ്പെടുകയാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം എയ്സിൻ്റെ ഫൈനൽ വേർഡ്സ് എന്ന് തന്നെ താങ്ക് യു ഫോർ ലവിങ് മീ എന്ന് തന്നെയാണ്. ആൻഡ് ഓഫ് കോഴ്സ് പോർച്ചുഗാസ് ഡി എയ്സ് എന്നാണ്. ഡി എന്ന് പറയുന്ന ആ ഒരു വിൽ ഓഫ് ഡി എല്ലാവരും തന്നെ ചിരിച്ചുകൊണ്ടായിരിക്കുമല്ലോ മരിക്കുന്നത്. അതേപോലെ തന്നെ പോർച്ചുഗാസ് ഡി എയ്സും ചിരിച്ചുകൊണ്ട് തന്നെയാണ് മരിച്ചത്. ലൈക്ക് എ ട്രൂ ഡി. സത്യം പറഞ്ഞാൽ എയ്സിൻ്റെ മരണം ഒരു കാനോൺ ഇമ്പാക്റ്റ് തന്നെയാണ് എൻ്റെ വൺ പീസ് ആകെക്ക് കൊടുത്തിരിക്കുന്നത്. അതായത് ലൂഫിയുടെ ഇമ്പാക്റ്റ് നോക്കുകയാണെങ്കിൽ സൈക്കോളജിക്കലി പുള്ളി കൊളാപ്സായി. അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ് അദ്ദേഹത്തിന് മനസ്സിലായി. 2 ഇയർ ട്രെയിനിങ്ങിലേക്ക് ലൂഫിനെ ട്രിഗർ ചെയ്യപ്പെട്ടു. ഇനി വേൾഡ് ഇമ്പാക്റ്റ് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ബിയർഡ് എറ അവിടെ തീർന്നു. കാരണം ഇതിനെ തുടർന്ന് നമ്മുടെ ബ്ലാക്ക് ബിയർഡ് വന്നിട്ട് വൈറ്റ് ബിയർഡിനെ കൊല്ലുന്നുണ്ട്. സോ അവിടെ വെച്ച് വൈറ്റ് ബിയർഡ് എറ അവിടെ അങ്ങ് തീരുകയാണ്. ആ ഒരു പവർ വാക്കും മനസ്സിലാക്കിയിട്ട് ബ്ലാക്ക് ബിയർഡ് അങ്ങനത്തെ പുതിയ ന്യൂ ജെൻ ആയിട്ടുള്ള കോഡ്കോറസ് യോങ്കോ ആ ഒരു ടൈപ്പിലേക്ക് ഇതങ്ങ് മാറുകയാണ്. ഒരു ന്യൂ പൈററ്റ് ഏജിലേക്ക് തന്നെ അത് മാറി. പിന്നെ ഡെവിൾ ഫ്രൂട്ട് ലെഗസി ആയിട്ട് നമുക്കറിയാം അത് ഫ്യൂച്ചറിൽ വരുന്നുണ്ട്. സോ എയ്സിൻ്റെ പക്ക ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ആദ്യം അദ്ദേഹത്തിൻ്റെ തന്നെ ജനത്തെ ക്വസ്റ്റ്യൻ ചെയ്തു. അദ്ദേഹം പ്രൂവ് ചെയ്യുവാൻ റോജേഴ്സിൻ്റെ സൺ മാത്രമല്ല തനിക്കും ഒരു ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നല്ല ഒരു പൈററ്റ് ക്രൂവിൽ തന്നെ ചേർന്നു. ഫൈനലി അദ്ദേഹം മരിക്കുമ്പോഴും അദ്ദേഹം നല്ല ഹാപ്പി ആൻഡ് ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, നീ പൈററ്റ് കിങ് ആയിരുന്നത് കാണാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു റിഗ്രറ്റ് മാത്രമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞാണ് എയ്സ് മരിക്കുന്നത് തന്നെ. സോ എനിവേസ് ഇത്രയുമൊക്കെയാണ് നമുക്ക് പോഡ്കാസ്റ്റ് ഡി എയ്സിനെ പറ്റി വൺ പീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന മെയിൻ കാനോണിക് ഇവൻറ്റ്സ്. നമുക്കറിയാം ആദ്യത്തെ ആ ഒരു ഡ്രം ഐലൻഡിലെ അവസാനം തൊട്ട് ഇങ്ങനെ കിടക്കുകയാണ്. മറൈൻ ഫോർഡ് വരെ എയ്സിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വരും, ഇടയ്ക്ക് പോകുന്നു. അങ്ങനത്തെ ഒരു വലിയൊരു സ്റ്റോറി ലൈൻ തന്നെയുണ്ട്. അതിൻ്റെ ഏറ്റവും കാനോണിക് ആയിട്ടുള്ള ഇവൻറ്റ്സ് മാത്രം എടുത്തുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. സോ ഒരു ഫൈനൽ രീതിയിൽ നമ്മുടെ രീതിയിൽ പറയുന്നത് പോലെ പോഡ്കാസ്റ്റ് ഡി എയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈററ്റ് കിങ്ങിൻ്റെ മകനായിരുന്നു, വൈറ്റ് ബിയർഡിൻ്റെ ചോസൻ സൺ ആയിരുന്നു, ലൂഫിയുടെ ബ്രദറായിരുന്നു, ന്യൂ ഇയറൊക്കെ തിരികൊളുത്തിയ ആളുമായിരുന്നു എന്ന് നിസ്സംശയം തന്നെ പറയാം. സോ ഇതിൽ പറയാത്ത എന്തെങ്കിലും കാനോണിക് ഇവൻറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് പറയാത്ത എനിക്ക് തോന്നുന്ന മെയിൻ ബാക്ക് സ്റ്റോറീസ് ഓഫ് ലൂഫി ആണ്. ആ ലൂഫിയുടെയും സാബോയുടെയും എയ്സിൻ്റെയൊക്കെ അഡ്വഞ്ചേഴ്സിൻ്റെ കുറച്ച് ബാക്ക് സ്റ്റോറി ഉണ്ട്. അത് കാനോണിക്കായിട്ട് ഞാൻ പറയണമെന്നില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് പറയാഞ്ഞത്. അതിൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. അതല്ലാതെ എന്തെങ്കിലും കാനോണിക് ഇവൻറ്റ്സ് മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പോയിന്റ് ഡൗൺ ബിലോ നമ്മളത് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. സോ ഇതിലെ പോലത്തെ ക്യാരക്ടർ അനലൈസേഷൻ, പവർ എക്സ്പ്ലനേഷൻ, എബിലിറ്റീസ് ഒക്കെ ആയിട്ട് വൺ പീസ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നു വരെ ടാറ്റാ ബോയ്സ്. ഇൻ നെക്സ്റ്റ് വീഡിയോ ടാറ്റാ. Told you long ago